റൂഫ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫൈബർ ചെയ്തേക്കാണ്. കേരളത്തിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഫസ്റ്റ് ആയിട്ടാണ്. റെക്സിൻ ടോപ്പ് ചെയ്യാനാണെങ്കിൽ ഒരു 10 ദിവസത്തെ പണി ഉണ്ട്. സോഫ്റ്റ് ടോപ്പ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് അവർക്ക് ഫിക്സ് ചെയ്ത് പോകാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഡെലിവറി എടുക്കാൻ പറ്റും അല്ലേ? അതെ, അവർക്ക് പിറ്റേ ദിവസം തന്നെ ഓടി തുടങ്ങാൻ പറ്റും. വണ്ടി വാങ്ങിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഫൈനാൻസിൽ വേണമെങ്കിൽ കിട്ടും. പിന്നെ ചൂട് വളരെ കുറയും. ശരി. പിന്നെ മറ്റേ ബോഡി എന്ന് പറയുമ്പോൾ ഇരുമ്പിലാണ് ചെയ്യുന്നത്. വെയിറ്റ് അത്രയും കുറയും, ഓട്ടോമാറ്റിക്കലി മൈലേജ് കൂടും. നമ്മൾ സാധാരണക്കാരന്റെ വണ്ടി വരെ നമ്മളിവിടെ മോഡിഫൈ ചെയ്യും അല്ലേ? എന്ത് വേണേലും നമ്മൾ ചെയ്യും. ഇത് നമുക്ക് ഈ ഒരു വെറൈറ്റി വർക്ക് ഓട്ടോ ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ? ഇത് ഓട്ടോ, ഇത് ആക്ച്വലി ഇത് ഫുഡ് ട്രക്ക് ഒന്നുമല്ല. പണ്ട് ജീപ്പിനൊക്കെ കണ്ടിട്ടില്ലേ ഹാർഡ് ടോപ്പ് എന്ന് പറയുന്ന സംവിധാനം, അതുപോലെ ഹാർഡ് ടോപ്പ് ചെയ്തേക്കാണ്. ഹാർഡ് ടോപ്പ് ഓട്ടോ കേരളത്തിൽ ഫസ്റ്റ് ആണോ? നമ്മൾ നോർമലായിട്ട് ഒരു ഇത് ചേസ് ആയിട്ട് കിട്ടിയിട്ട് നോർമൽ നമ്മൾ പിന്നെ പടുതൊക്കെ ചെയ്യുന്നതല്ലേ? നമ്മൾ ആ ഒരു പടുതയ്ക്ക് പകരമായിട്ട് നമ്മൾ ഇത് ഫൈബർ ആണോ ചെയ്തത്? കംപ്ലീറ്റ് ഫൈബർ അതല്ലേ? ഇത് ഈ പോർഷൻ ഫുൾ അല്ല, ഇത് ഇരുമ്പിന്റെ സപ്പോർട്ട് കൊടുത്തേക്കാണ്. ട്യൂബിന്റെ സപ്പോർട്ട് ഉണ്ട് ഇവിടെ. കംപ്ലീറ്റ് ആയിട്ട് ഫൈബർ ചെയ്തേക്കാണ്. ഇത് ലീഗലാണോ? ലീഗലാണ്. അങ്ങനെ ചെയ്യാൻ പറ്റും, ഒരു കുഴപ്പമില്ല. ഓക്കെ. പേപ്പറിനകത്ത് ഇപ്പം ഓട്ടോ ഒന്നല്ല വേറെ ഒന്നുമില്ല, ഒരു ചേഞ്ചസും ഇല്ല. ഹാർഡ് ടോപ്പ് അങ്ങനെ ഒന്നുമില്ല, നോർമൽ ഇത് തന്നെ. അതെ. ഓക്കെ. മറ്റേത് ക്യാഷ് കുറയ്ക്കാൻ വേണ്ടി കമ്പനിക്കാർ ചെയ്യുന്നുള്ളേ ഉള്ളൂ. കോസ്റ്റ് ഇല്ല. ഇത് ഇവിടെ നമുക്ക് ഡോർ കൊടുത്തിട്ടുണ്ട്. ശരി, ബാക്ക് വശം ഓപ്പൺ ആയിട്ടുണ്ട്. ഓ ശരി, നമ്മുടെ സാധാ ഓട്ടോ പോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ല. മറ്റേ നോർമൽ ഇതിന് ടോപ്പിന് പകരം ഹാർഡ് ടോപ്പ്. അപ്പൊ ഇത് ചെയ്താലുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ്? ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഇതിന്റെ ഈ ബോഡി കംപ്ലീറ്റ് ആയിട്ട് ഇൻഷുർ ചെയ്യാം. ഓ ശരി. അതെ, ബോഡി ഫുൾ ആയിട്ട് ഇൻഷുർ ചെയ്യാം. നമ്മുടെ ഈ ടോപ്പ് ഉൾപ്പെടെ വെയിറ്റ് പറയുന്നത് മൈലേജ്. ഓക്കെ, ഓട്ടോയുടെ മൈലേജ് കുറയ്ക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ശരി, ഓക്കെ. പിന്നെ എനിക്ക് മറ്റേനെക്കാട്ടിൽ ലാസ്റ്റ് അത് കുറച്ച് മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ 2 വർഷം കൂടുമ്പോൾ നിങ്ങൾ പടുത മാറ്റണം, എന്നിട്ടാണ് ടെസ്റ്റിന് കൊണ്ടുപോകുന്നത്. ഇത് പ്രശ്നമില്ല. ശരി, ടെസ്റ്റ് നേരിട്ട് തന്നെ പോകാൻ പറ്റും, വേറെ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. ഓക്കെ. ലോങ് ലാസ്റ്റിക് ആണ്, വെയിറ്റ്ലെസ് ആണ് മറ്റേ കമ്പയർ ചെയ്യുമ്പോൾ അല്ലേ? പിന്നെ ഫുൾ ആയിട്ട് നമുക്ക് ഫിനാൻസ്. പഴയ ആൾക്കാർക്കെല്ലാം അറിയാം, ഈ ജീപ്പിനെല്ലാം ഹാർഡ് ടോപ്പ് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ശരി, അതേ സംവിധാനത്തിൽ നമ്മൾ ചെയ്തിരിക്കുകയാണ്, ഫൈബർ ചെയ്തിരിക്കുകയാണ് അല്ലേ? ഇത് ഇനി ഇതിപ്പോ അടുത്ത ഘട്ടം രജിസ്ട്രേഷൻ ആണോ? ഇത് രജിസ്ട്രേഷൻ പോകുന്നുണ്ട്. ഓക്കെ, ടാക്സ് എല്ലാം അടച്ച് സെറ്റ് ആക്കി. ഓക്കെ, ഇത് സൈഡെല്ലാം ഗ്ലാസ് ആണ്, ബാക്കി ഗ്ലാസ് സൈഡ് ഗ്ലാസ് ആണ്. ഓക്കെ, സീറ്റെല്ലാം ഊരി വെച്ചേക്കാണ്. സീറ്റെല്ലാം ഊരി വെച്ചേക്കാണ്. പോളിഷിംഗ് ബാക്കിയാണ് അല്ലേ? ഫ്യൂവൽ ഡീസൽ അല്ലേ? ഡീസൽ വണ്ടി നമുക്ക് ഏത് വണ്ടിയിലും ചെയ്യാലോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പയുടെ ഈ വണ്ടിക്കാണ് ഇപ്പൊ നമ്മൾ ചെയ്തേക്കുന്നത്. ഓക്കെ, അത് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്തേക്കുന്ന ചെറിയൊരു വ്യത്യാസം നമ്മൾ സ്ട്രൈറ്റൻ ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ കാണാനുള്ള ലുക്കിന് വേണ്ടി ചെറുതായിട്ടൊരു സ്ട്രൈറ്റൻ ചെയ്തു. ഓക്കെ. അപ്പൊ നമ്മൾ ഒരു സംശയം, ഈ റെയിൻ വരുമ്പോ, മഴ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? അവരുടെ ആവശ്യം അനുസരിച്ച് മറ്റേ സാധാരണ അവര് സൈഡിൽ ഫിറ്റ് ചെയ്യുന്ന ഉണ്ടല്ലോ, ചുരുട്ടി വെക്കുന്നത്, അത് വേണേ ചെയ്യാം. അല്ലാതെ ഗ്ലാസ് പൈസ ഉള്ളവരാണെങ്കിൽ ഗ്ലാസ് ചെയ്യാം. ഡോർ വേണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാം. ശരി, നമ്മൾ നോർമലി ഉള്ള രീതിയിൽ നമുക്ക് ചെയ്യാനുള്ളൊരു ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ചെയ്യും, ഡോറൊക്കെ വേണമെങ്കിൽ കൂടുതൽ സെറ്റ് ആക്കാം അല്ലേ? ഒക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഓട്ടോ അല്ലേ, ഒരു സാധാരണ ഒരു ഓട്ടോ നമ്മൾ ഹാർഡ് ടോപ്പ് ചെയ്തൊരു ഓട്ടോ അല്ലേ? നമ്മുടെ ആരെല്ലാം ചെയ്തിട്ടുണ്ടോ നമുക്ക് അറിയത്തില്ല, നമ്മുടെ അറിയില്ല, ആദ്യത്തെ ഓർക്കാം. ഇല്ല, ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് അറിവില്ല. കേരളത്തിൽ ആദ്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഹാർഡ് ടോപ്പ് ചെയ്ത ഓട്ടോ ഉണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം.